അഭിഷേകിൽ കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫൈനലിൽ എന്തെങ്കിലും അടിയാവാൻ സാധ്യതയുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. കാരണം അഭിഷേകിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ഓപ്പണിംഗ് പെയർ ഒരു തരത്തിൽ പോലും തിളങ്ങുന്നില്ല എന്നുള്ളതാണ്. അഭിഷേകും സഞ്ജുവും വന്ന സമയത്ത് നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോഡിയായിരുന്നു അവർ. നല്ല കോർഡിനേഷൻ ഒക്കെ ഉള്ള ടീമായിരുന്നു. ഗില്ല് അതിലേക്ക് വരുമ്പോൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഗില്ല് അതിലേക്ക് വരുമ്പോൾ ഗില്ല് വളരെ പെട്ടെന്ന് ഒരു കെട്ടിയിറക്കപ്പെട്ട ഫീൽ വരുന്നുണ്ട്. അതെ അതെ, ഗില്ല് അല്ല, അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ആ പ്ലെയർ പെർഫോം ചെയ്താലും ഓക്കെ, പക്ഷേ ഗില്ല് വളരെ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഭിഷേക് പിന്നെ ആര് എത്ര വിക്കറ്റ് അവിടെ 9ാമനാണെങ്കിലും അഭിഷേക് അവിടെ നിന്ന് അഭിഷേകിന്റെ സ്വതസിദ്ധമായ ശൈലി കളിക്കും. പക്ഷെ അഭിഷേക് എല്ലാ മത്സരത്തിലും 30+ സ്കോർ നേടുന്നു. ഇപ്പോൾ ലാസ്റ്റ് 3 മത്സരങ്ങൾ തുടർച്ചയായിട്ട് അർദ്ധ സെഞ്ചുറി നേടുന്നു. അത്തരത്തിൽ അഭിഷേകിന് കളിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് MSK ചോദിച്ച ചോദ്യത്തിലേക്ക്, അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, തുടക്കത്തിൽ തന്നെ അഭിഷേകിന്റെ വിക്കറ്റ് നഷ്ടമായി കഴിഞ്ഞാൽ ഇന്ത്യ സ്ട്രഗിൾ ചെയ്യും. വേറൊരു ബാറ്റർ പോലും ടച്ചില്ല. സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങി, പക്ഷേ സഞ്ജുവിന്റെ യഥാർത്ഥ ടച്ചിലേക്ക് സഞ്ജു എത്തിയിട്ടില്ലേ. സീരീസിലുടനീളം സൂര്യ കളിക്കുന്നില്ല, ഹാർദിക് പാണ്ഡ്യ കളിക്കുന്നില്ല. ഫൈനൽ കൃത്യമായിട്ട് റോൾ എടുക്കേണ്ട, അതായത് അത് നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യം തന്നെ. അഭിഷേക് ആദ്യമെങ്ങാനും തുടക്കത്തിലേ പോയി കഴിഞ്ഞാൽ പിന്നെ സ്കോർ ചലിപ്പിക്കാൻ ശേഷിയുള്ള, അത്തരത്തിൽ സ്കോർ ചലിപ്പിക്കാൻ ഉത്തരവാദിത്വവും ശേഷിയുമുള്ള ഒരാൾ 360 ആയിട്ടുള്ള ക്യാപ്റ്റൻ തന്നെയാണ്.